ഇങ്ങനെയൊരു വിജയം വേണ്ടായിരുന്നുവെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മനസ്സിൽ പറയുന്നത്. ചരിത്രത്തിലാദ്യമായി 3 എം.എൽ.എമാരാണ് ഇത്തവണ ബി.ജെ.പിക്ക് ലഭിച്ചത്. നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് നിന്ന് വി. മുരളീധരനും ചാത്തന്നൂരിൽ നിന്ന് ബി. ഗോപകുമാറും. ചരിത്ര വിജയത്തിന്റെ ആവേശം ഇപ്പോഴും ബി.ജെ.പിയിൽ അടങ്ങിയിട്ടില്ല. പക്ഷേ അതിനിടയിലും രാജീവ് ചന്ദ്രശേഖർ അത്ര സന്തോഷത്തിലല്ല എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നിയമസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. ബി.ജെ.പിയിലെ 3 അംഗങ്ങൾ സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തെ സംബന്ധിച്ച് പുതിയ കാര്യമായിരുന്നു. തൊട്ടുപിന്നാലെ ബി.ജെ.പി. ആദ്യ വെടിപൊട്ടിച്ചു. അത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ മത്സരിക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു. അങ്ങനെ ഇന്നലെ നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ത്രികോണ മത്സരമായി മാറി. മാറാത്തത് മാറുമെന്ന ബി.ജെ.പിയുടെ ടാഗ് ലൈൻ അവർ അർത്ഥവത്താക്കുന്നതാണ് കണ്ടത്. എന്നാൽ ഈ 3 എം.എൽ.എമാർ എന്നത് ബി.ജെ.പിക്ക് ഇപ്പോൾ ശാപമായി മാറിയിരിക്കുകയാണ്. വെറും 3 എം.എൽ.എമാർ ആയപ്പോൾ തന്നെ പാർട്ടിയിൽ അടി പൊട്ടിയിരിക്കുന്നു. അത് കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയാണ് എന്നതാണ് രസകരം. നിയമസഭയിൽ മുന്നിൽ ആരിരിക്കും എന്നതിനെ ചൊല്ലിയാണ് ബി.ജെ.പിയിലെ ഇപ്പോഴത്തെ അടി. അത് വലിയ തർക്കത്തിലേക്കാണ് നീങ്ങുന്നത്. നിലവിൽ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ് സഭയിൽ മുന്നിലിരിക്കുന്നത്. പ്രതിപക്ഷ നിരയിൽ 5ാം സീറ്റിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനം. എന്നാൽ ഇതുവരെ പാർട്ടിയുടെ പാർലമെന്ററി നേതാവിനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നതാണ് രസകരം. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ തർക്കമാണ്. തനിക്ക് നേതാവാകണമെന്ന വാശിയിലാണ് രാജീവ്. അതിന് നിരത്തുന്ന കാരണം താനാണ് സംസ്ഥാന അധ്യക്ഷൻ, അതുകൊണ്ട് തനിക്ക് തന്നെ നിയമസഭയിലെയും നേതാവാകണം എന്നതാണ്. മറ്റൊരാൾ പാർലമെന്ററി പാർട്ടി നേതാവായാൽ അത് 2 അധികാര സ്ഥാനങ്ങൾ സൃഷ്ടിക്കുമെന്നും പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുമാണ് വാദം. എന്നാൽ സീനിയർ നേതാവെന്ന നിലയിൽ നിയമസഭയിലെ നേതൃസ്ഥാനം തനിക്ക് വേണമെന്നാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി. മുരളീധരൻ ഉന്നയിക്കുന്നത്. അതിൽ കാര്യവുമുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ മുരളീധരനാണ് സീനിയോറിറ്റി. നിരവധി തവണ മത്സരിച്ച് ഇപ്പോഴാണ് ഒരു വിജയം നേടാനായത്. മാത്രവുമല്ല, കേരളത്തിൽ വർഷങ്ങളായുള്ള പ്രവർത്തന പരിചയവും ഉണ്ട്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തേക്ക് അധ്യക്ഷനായി കെട്ടിയിറക്കുകയായിരുന്നു. അന്നു മുതൽ ആർ.സി. പക്ഷവും വി. മുരളീധരൻ പക്ഷവും മറ്റു പക്ഷങ്ങളും തമ്മിലടിയാണ്. അതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ വിജയം നേടിയത്. അത് തൻ്റെ ക്രെഡിറ്റായി രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു പിന്നാലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ വി. മുരളീധരനെ പാർലമെന്ററി പാർട്ടി നേതാവാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. എന്നാൽ പിന്നീട് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനത്തിനായി ശക്തമായി രംഗത്തെത്തി. ഇതോടെയാണ് തർക്കം മുറുകിയിരിക്കുന്നത്. ഇതിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നതാണ് നിർണായകം. എന്തായാലും 1ലധികം എം.എൽ.എമാർ വിജയിച്ചു വന്നത് ബി.ജെ.പിക്ക് ഇപ്പോൾ പുലിവാലായി എന്ന അവസ്ഥയിലാണ്.